ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ലിജോ എന്ന കൊച്ചു പയ്യൻ പപ്പിമ്മളുടെ ബാഗ് വലിച്ചെറിഞ്ഞതിന് ശേഷം അവിടെയുള്ള തന്നെ മറ്റു കൂട്ടുകാരോട് പറഞ്ഞു, അതെ, ലിജോയുടെ തീരുമാനങ്ങൾ മാത്രമേ ലിജോ ഉള്ളിടത്ത് നടക്കുകയുള്ളൂ. എല്ലാവർക്കും മനസ്സിലായല്ലോ. എല്ലാവരും മനസ്സറിഞ്ഞയോടെ ഇരുന്നാൽ എല്ലാവർക്കും കൊള്ളാമെന്ന് പറഞ്ഞ് ലിജോ എല്ലാവരുടെയും മുന്നിൽ താൻ ഒരു വില്ലൻ എന്നുള്ള ഒരു പരിവേഷണം ഉണ്ടാക്കി അവിടെ തിരികെ ആ സീറ്റിൽ വന്നിരുന്നു. ഈ സമയത്ത് സത്യമോളെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാനായി ജലജ ടീച്ചറെ കൂടെ നിർത്തുന്നത് കണ്ട് ജലജ ടീച്ചർ വീണ്ടും തന്റെ ഭർത്താവായ കുമാരനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. കുമാരേട്ട, ആ ബ്രഷ് അവിടെയുണ്ട്, ടൂത്ത് പേസ്റ്റ് അവിടെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉടനെ ടീച്ചർ അരികിൽ നിന്ന് സത്യമോളെ വിളിച്ചു. ടീച്ചർ ടീച്ചർ ഞാൻ ക്ലാസ് റൂമിൽ പോയി ഇരുന്നോട്ടെ എന്ന് ചോദിച്ചതും, ആ പോയിക്കോ, അവിടെ പോയി ഇരുന്നോ എന്ന് പറഞ്ഞപ്പോ ഉടനെ ടീച്ചറുടെ ഹസ്ബൻഡ് ടീച്ചർ അയാളോടാണ് പറഞ്ഞതെന്നുള്ള ധാരണയിൽ അയാൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉടനെ ടീച്ചർ പറഞ്ഞു, അയ്യോ, കുമാരേട്ടനോടല്ല ഞാൻ ബാത്റൂമിൽ പോയിരിക്കാൻ പറഞ്ഞത്. ഇവിടെ ഒരു കുട്ടി എന്നോട് ചോദിച്ചപ്പോൾ ആ കുട്ടിയുടെ ക്ലാസ് റൂമിൽ പോയി ഇരുന്നോളാനാ പറഞ്ഞത് എന്ന് പറഞ്ഞ് ടീച്ചർ അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്ത് പുറത്ത് ബോട്ടിൽ വെള്ളം നിറയ്ക്കാനായി പോയ പപ്പിമോള് മടങ്ങിയെത്തി. പപ്പിമോളുടെ സ്ഥാനത്ത് വന്ന് ആ ലിജോ എന്ന പയ്യൻ ഇരിക്കുന്നത് കണ്ടതോടെ ഉടനെ പപ്പിമോള് പറഞ്ഞു, കുട്ടി ഇവിടെ, ഞാനാ ഇവിടെ ഇരിക്കുന്നത്, കുട്ടി ഇവിടുന്ന് മാറ്. അത് കേട്ട ഉടനെ ലിജോ ചോദിച്ചു, അതിന് ആരാ പറഞ്ഞ നീ ഇവിടെ ഇരിക്കുന്നത് എന്നാ ലിജോയുടെ ചോദ്യം കേട്ട് പപ്പിമോള് പറഞ്ഞു, എന്നെ ടീച്ചർ ഇവിടെയാ ഇരുത്തിയത്. അത് കേട്ട ഉടനെ തന്നെ ലിജോ ചോദിച്ചു, ആഹാ, ഇവളെ ഇവിടെ ഇരുത്തി നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഇവളെ ഇവിടെ നേരത്തെ വന്നതായിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്ന് എല്ലാവരോടും ചോദിക്കുന്നു. ലിജോയുടെ ചോദ്യം കേട്ട് ഭയന്നിരിക്കുന്ന മറ്റു കുട്ടികളൊന്നും മിണ്ടാതിരുന്നു. ഉടനെ പപ്പിമോള് പറഞ്ഞു, നീ ഇവിടെ ഇരുന്നത് നിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് പപ്പിയോട് ദേഷ്യത്തോടെ ലിജോ ചോദിക്കുമ്പോ പപ്പി പറഞ്ഞു, എന്റെ ബാഗ് ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഉടനെ ലിജോ പറഞ്ഞു, നിന്റെ ബാഗ് ഇവിടെ ഉണ്ടായിരുന്നോ? എവിടെ? ഇവിടെ എങ്ങനെ തന്നെ നിന്റെ ബാഗ് കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചിട്ടും, അയ്യോ, എന്റെ ബാഗ് എവിടെ എന്ന് ചോദിച്ച് പപ്പിമോള് കരയാൻ തുടങ്ങി. ഉടനെ ലിജോ പറഞ്ഞു, ഈ ക്ലാസ് റൂമിന്റെ മൂലയ്ക്ക് എവിടെയോ ഒരു ബാഗ് കിടക്കുന്ന ഞാൻ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. നീ നുണച്ചിയാ, നീ പെരും കള്ളിയാ, നുണച്ചി എന്ന് പറഞ്ഞ് വീണ്ടും ലിജോ പപ്പിയെ എല്ലാവരുടെയും മുന്നിൽ പരിഹസിച്ചു. ഇത് കേട്ട ഉടനെ പപ്പിമോള് വിഷമത്തോടെ പറഞ്ഞു, കുട്ടി എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞതും, അയ്യേ, ഇവള് ചുമ്മാ ഇവിടെ വന്ന് ഇവളുടെ ബാഗ് ആണ്ട് ആ ക്ലാസ് റൂമിന്റെ കോണിൽ കിടക്കുകയല്ലേ എന്ന് ചോദിച്ച് മറ്റുള്ള കുട്ടികളുടെ മുന്നിലെത്തി പപ്പിമോളെ ആ കുട്ടി കളിയാക്കുന്നു. ഇത് കേട്ട ഉടനെ പപ്പിമോൾ ആകെ വിഷമത്തോടെ പറഞ്ഞു, അതെ, ഇവരെല്ലാരും കണ്ടതാ ടീച്ചർ എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത്. എന്റെ ബാഗ് ഞാൻ ഇവിടെ വെച്ചിരുന്നതാ, കുട്ടി ഇങ്ങനെ മാറിക്കേ എന്ന് പറഞ്ഞ് ലിജോയെ എഴുന്നേപ്പിച്ച് മാറ്റാനായി പപ്പി ലിജോയെ പിടിച്ചതും ഉടനെ ലിജോ പപ്പിയെ തള്ളിയിടുന്നു. ഓടി വേണേ എവിടുന്ന് എന്ന് പറഞ്ഞ് ലിജോ പപ്പിയെ തള്ളിയിടുന്നു. പപ്പി നിലത്ത് വീണു. എല്ലാവരും പപ്പിയെ നോക്കി അങ്ങനെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ക്ലാസ് റൂമിലേക്ക് സത്യമോള് കയറി വന്നത്. ബാഗുമായി സത്യമോള് ക്ലാസ് റൂമിലേക്ക് കടന്നു വന്നു. ക്ലാസ് റൂമിലേക്ക് മോള് നടന്നു വരുമ്പോൾ കാണുന്നത് താഴെ നിലത്ത് കിടക്കുന്ന പപ്പിമോളെയും. പപ്പിമോളെ കണ്ട ഉടനെ സത്യമോൾ അരികിലേക്ക് വന്ന് പപ്പിമോൾക്ക് നേരെ കൈ നീട്ടി. വാ, എഴുന്നേക്ക് എന്ന് പറഞ്ഞ് കൈ നീട്ടി കൊടുത്തപ്പോ പപ്പിമോള് കുറച്ചു നേരത്തേക്ക് സത്യമോളെ നോക്കി. ഉടനെ സത്യമോള് തനിക്ക് നേരെ നീട്ടിയ ആ കൈ കണ്ടിട്ട് എഴുന്നേക്ക് എന്ന് പറഞ്ഞുള്ള സത്യമോളെ ആ വാക്കുകളൂടി കേട്ടതോടെ പപ്പിമോള് സത്യമോളുടെ കൈ പിടിച്ച് എഴുന്നേറ്റ് നിന്നു. ഉടനെ തന്നെ എന്താ കാര്യം എന്നുള്ള രീതിയിൽ അങ്ങനെ പപ്പിമോള് എഴുന്നേറ്റതും അവിടെ നിന്ന് എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കി. എന്നിട്ട് അയ്യേ, കരയുന്നോ എന്ന് ചോദിച്ച് സത്യമോള് പാപ്പിയുടെ കണ്ണുനീര് തുടച്ചു കൊടുക്കുന്നു. അങ്ങനെ കൈകൊണ്ട് കണ്ണുനീര് തുടച്ചപ്പോഴേക്കും, എന്താ പറ്റിയത്? നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്ന നമ്മൾ കരയല്ല ചെയ്യേണ്ടത്, അതിനോട് പ്രതികരിക്കണം, അല്ല എന്താ പറ്റിയത് എന്ന് ചോദിച്ചു. ഈ കുട്ടി എന്നെ തള്ളിയിട്ടു, ഞാൻ പോയി മിസ്സിനോട് പറയാം എന്ന് പറഞ്ഞ് സത്യമോളുടെ അരികിൽ നിന്ന് പപ്പി പോകാൻ തുടങ്ങുമ്പോഴേക്കും ഉടനെ സത്യമോള് ചോദിച്ചു, നമ്മുടെ കാര്യത്തിന് എന്തിനാ മിസ്സുമാര് കാര്യം പറയുന്നത്? അത് നമ്മൾ തന്നെ തീർത്താ പോരെ എന്ന് ചോദിച്ച് സത്യമോള് നേരെ അവിടെ ഇരുന്ന ലിജോയുടെ നേരെ നോക്കുന്നു. ലിജോ സത്യമോളുടെ നോട്ടം കണ്ടതും പോടി എവിടുന്ന് എന്ന് പറഞ്ഞപ്പോ ഉടനെ ഇങ്ങോട്ട് എഴുന്നേക്കടാ എന്ന് പറഞ്ഞ് ലിജോയുടെ ഷർട്ടിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തി. അങ്ങോട്ട് മാറി നിൽക്കടാ എന്ന് പറഞ്ഞതും ലിജോ പതുക്കെ അങ്ങോട്ട് മാറി. സത്യയെ കണ്ട ഉടനെ വല്ലാത്ത ഭയത്തോടെ ലിജോ അങ്ങനെ നിൽക്കുമ്പോൾ സത്യ വേഗം കാലുമേ കാലും കയറ്റി അവിടെ അടുത്ത ബെഞ്ചിലേക്ക് ചെന്നിരുന്നു. ഇത് കണ്ട ഉടനെ തന്നെ അന്ന് സത്യമ്മ നീതി നടപ്പാക്കാൻ വേണ്ടി തന്റെ വീട്ടുമുറ്റത്ത് വരുന്നവർക്ക് മുന്നിൽ അധികാരത്തോടുകൂടി ആ ചെയറിൽ കയറിയിരിക്കുന്ന ആ ഒരു രംഗം സത്യമോളുടെ ഇരിപ്പിൽ എല്ലാവർക്കും തോന്നുന്നു. ഉടനെ സത്യമോളോട് ലിജോ ചോദിച്ചു, കുട്ടിയുടെ പേരെന്താ? നീ ആരാ എന്ന് ചോദിച്ചു. സത്യഭാമ എന്ന് സത്യമോള് മറുപടി നൽകി. ഇനി പറയണം, എന്താ പ്രശ്നം?
കുട്ടി പറ എന്ന് പറഞ്ഞ് പപ്പിമോളോട് കാര്യം ചോദിച്ചു. പപ്പിമോള് പറഞ്ഞു, ഞാൻ വെള്ളം എടുക്കാനായി വാട്ടർ ബോട്ടിൽ വെള്ളം തീർന്നുകൊണ്ട് വെള്ളം നിറയ്ക്കാനായി പുറത്തേക്ക് പോയതാണ്. ആ സമയത്താണ് ഈ കുട്ടി എന്റെ സീറ്റിൽ വന്നിരുന്നത്. എന്റെ ഭാഗം പുറത്തേക്ക് എറിഞ്ഞ് ഈ കുട്ടി ഈ സീറ്റിലാന്ന് പറഞ്ഞ് ഇവിടെ വന്നിരുന്നു. ഇവിടെയുള്ളവരോടൊക്കെ ഈ കുട്ടി അങ്ങനെ പരിഹസിച്ചു ചോദിച്ചപ്പോ ഇവിടെ ആരും തന്നെ എന്നെ ഇവിടെ കണ്ടില്ലെന്നാണ് ഇവിടെ എല്ലാവരും പറഞ്ഞത് എന്നും സത്യമോളോട് വിഷമത്തോടെ അങ്ങനെ പപ്പിമോള് പറഞ്ഞു. ഉടനെ അവിടെ ഇരുന്നവരോടായിട്ട് സത്യമോള് ചോദിച്ചു, നിങ്ങൾ കണ്ടതാണോ ഇവിടെ ഈ കുട്ടി ഇരിക്കുന്നത്? അപ്പോഴേക്കും എല്ലാരും പറഞ്ഞു, അതെ ടീച്ചർ അവിടെയാ ഇരുത്തിയത്. ഈ ബാഗ് ആരാ വലിച്ചെറിഞ്ഞത്? ഈ കുട്ടിയാ വലിച്ചെറിഞ്ഞത് എന്ന് ലിജോയെ ചൂണ്ടി ആ കുട്ടികൾ പറഞ്ഞു. ഉടനെ ലിജോ ആകെ ഞെട്ടലോടെ നിന്നു. അപ്പൊ സത്യമോള് ചോദിച്ചു, നിന്റെ പേരെന്താ? ലിജോ. ആ കുട്ടി ഇവിടെ വന്നിരുന്നിട്ട് ഈ കുട്ടിയുടെ ബാഗ് എടുത്ത് വലിച്ചെറിഞ്ഞ എന്തിനാണ്? ഇനി ഒരു കാര്യം പറയട്ടെ, ഇതുപോലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന പണിഷ്മെന്റ് എന്താണെന്നറിയാവോ? ഇക്കാര്യം എച്ചമ്മനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ കുട്ടിയുടെ പേരൻസിനെ ഇവിടേക്ക് വിളിച്ചു വരുത്തും. പിന്നെ ഈ സ്കൂളിൽ നിന്ന് കുട്ടിയെ പുറത്താക്കും. പിന്നെ ഈ സ്കൂളിൽ നിന്നല്ല, കുട്ടിക്ക് ഒരു സ്കൂളിലും ഇനി പഠിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്താ കുട്ടിക്ക് ഇനി ഒരു സ്കൂളിലും പഠിക്കണ്ട എന്നാണോ കുട്ടിയുടെ തീരുമാനം എന്ന് സത്യമോള് ഉടനെ ലിജോയോട് ചോദിച്ചു. എവിടെയാണേലും നീതി നടപ്പിലാക്കാൻ മാത്രമേ ഞാൻ സമ്മതിക്കൂ. നീതികരമായിട്ടുള്ള അനീതിയായിട്ടുള്ള എന്ത് കാര്യം കണ്ടാലും അതിനെ ഈ സത്യഭാമ എതിർക്കുകയും ചെയ്യും. എന്താ ഈ സത്യഭാമയെ കുറിച്ച് കുട്ടിക്ക് മനസ്സിലായോന്ന് എന്ന് ചോദിച്ചതും ലിജോ പേടിച്ചുകൊണ്ട് മനസ്സിലായി എന്ന് പറഞ്ഞു. എന്നാ മര്യാദയ്ക്ക് ഈ കുട്ടിയുടെ ബാഗ് എടുത്ത് ആ കുട്ടി ഇരുന്ന സീറ്റിൽ കൊണ്ടുപോയി വെക്ക് എന്ന് പറഞ്ഞു. ശരി ശരി, ഞാൻ അങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞ് ലിജോ പേടിച്ച് വേഗം ബാഗ് എടുക്കാനായി പോയി. ആദ്യം ഈ കുട്ടിയോട് സോറി പറ കുട്ടി ചെയ്ത തെറ്റിന് എന്ന് ലിജോയോട് സത്യമോൾ അറിയിച്ചു. ഭയത്തോടെ ലിജോ വേഗം സോറി എന്ന് പപ്പിയെ നോക്കി സോറി പറഞ്ഞു. അതിനുശേഷം വേഗം തന്നെ ലിജോ താഴേക്ക് വലിച്ചെറിഞ്ഞ പപ്പിമോളുടെ ബാഗ് പോയി എടുത്തോണ്ട് വന്നു. ആ ബാഗ് എടുത്ത് സത്യമോൾ ഇരുന്ന സീറ്റിൽ തന്നെ വെച്ചതിന് ശേഷം ലിജോ തന്റെ ബാഗ് എടുത്ത് അവിടെ നിന്നതും സത്യമോള് പറഞ്ഞു, ഇനി ബാഗ് എടുത്ത് വേഗം പിൻസീറ്റിൽ പോയിരുന്നോ, അതാ നല്ലത് എന്ന് പറഞ്ഞപ്പോ തന്റെ വാട്ടർ ബോട്ടിലും ബാഗും എടുത്ത് ലിജോ പുറകിലേക്ക് പോയി. അപ്പോഴേക്കും എല്ലാവരും അവിടെ നിന്ന് പറഞ്ഞു, അതെ സത്യ സത്യ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഡെസ്കിൽ കൈയടിച്ചുകൊണ്ട് സത്യമോളെ അഭിനന്ദിക്കുന്നത് പോലെ എല്ലാവരും അങ്ങനെ സത്യ സത്യ എന്ന ശബ്ദം ഉയർത്തിക്കൊണ്ട് സന്തോഷത്തോടെ ആ ബെഞ്ചിൽ അടിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്ത് ലിജോ തന്റെ ബാഗും എടുത്ത് പെൻസിലിലേക്ക് പോയപ്പോ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ലിജോയെ കൊണ്ട് ഏത്തയിടിയിക്കണം. അത് കേട്ട ഉടനെ തന്നെ ലിജോ ആകെ ഭയന്ന് നോക്കുമ്പോ സത്യമോള് പറഞ്ഞു, അതെ ലിജോ മാത്രമല്ല നിങ്ങൾ എല്ലാവരും തെറ്റ് ചെയ്തു. ഈ കുട്ടിയോട് ഇങ്ങനെ ഒരു പ്രവൃത്തി ലിജോ കാണിച്ചപ്പോ നിങ്ങൾ ആരും പ്രതികരിച്ചില്ലല്ലോ, നിങ്ങൾ ആരും സപ്പോർട്ടും ചെയ്തില്ലല്ലോ ഈ കുട്ടിയെ. അതുകൊണ്ട് തന്നെ നിങ്ങളും ഇക്കാര്യത്തിൽ തെറ്റുകാരാണ്. നമ്മുടെ കൂട്ടത്തിൽ ഉള്ള ഒരാളെ മറ്റൊരാൾ ദ്രോഹിക്കുമ്പോ അവരെ പരിഹസിക്കുമ്പോ അവരെ താഴെയിട്ട് നാണം കെടുത്തുമ്പോ അത് കണ്ട് ചിരിക്കുകയല്ല, ഒരാള് വീഴുന്ന സമയത്ത് അയാൾ ആ വീണു പോയത് കണ്ട് ചിരിക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് അവർക്ക് ഒരു കൈ കൊടുത്ത് അവരെ സഹായിച്ച് അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവരുടെ കണ്ണുനീര് ഒപ്പുകയാണ് ചെയ്യേണ്ടത്. അതാണ് നല്ല കൂട്ടുകാർ ചെയ്യേണ്ടത് എന്ന് എല്ലാവരോടും സത്യമോള് പറഞ്ഞു കൊടുക്കുന്നു. അത് കേട്ട ഉടനെ തന്നെ എല്ലാവരും ശരിയെന്ന് പറഞ്ഞ് അങ്ങനെ സോറി പറഞ്ഞു നിൽക്കുമ്പോൾ സത്യമോളോട് അരികിലേക്ക് പപ്പി ചോദിച്ചു. പപ്പി മോള് വന്ന് പറഞ്ഞു താങ്ക്സ് കേട്ടോ എന്ന് പറഞ്ഞതും ഉടനെ സത്യമോള് ചോദിച്ചു, താങ്ക്സോ, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ എന്ന് ചോദിച്ചതും അതെപ്പോഴാണ് എന്ന് സത്യമോളോട് പപ്പി മറുപടി പറഞ്ഞു. എന്നാലേ ഫ്രണ്ട്സ് തമ്മിൽ താങ്ക്സ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ കട്ട ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് രണ്ടുപേരും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ സമയത്ത് സുസ്മിത പോൾസൺ എന്ന ആ പഴയ മയക്കുമരുന്ന് കച്ചവടക്കാരന്റെ ഫോണിലേക്ക് വിളിച്ചു. അയാൾ ജയിൽ മോചിതനായതിന്റെ സന്തോഷത്തിൽ അയാൾ സുസ്മിതയുടെ കോളിൽ കണ്ടതോടെ സന്തോഷത്തോടെ കോൾ അറ്റൻഡ് ചെയ്തു. സുസ്മിത പറഞ്ഞു, ഞാൻ പോൾസനെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞതും പോൾസൺ പറഞ്ഞു, ഞാൻ മേഡത്തിന്റെ കോൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അത് കേട്ടതും എന്റെ കോളോ, അതെങ്ങനെ എന്ന് ചോദിച്ചതും മേഡത്തിന് ആ മട്ടാഞ്ചേരി മാർട്ടിനുമായിട്ട് മേഡത്തിന്റെ അമ്മ നടത്തിയ ഇടപാടുകൾക്ക് അതിൽ ഒത്തിരി പരാജയം സംഭവിച്ചല്ലോ. അപ്പോ ഇനി മേഡത്തിന്റെ കോൾ എന്റെ നേരെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പിന്നെ ഓർത്തു CI സാറൊക്കെ ഉള്ളത് കൊണ്ട് മേഡം വിളിക്കൂ എന്നൊരു ആശങ്ക കൂടി എനിക്കുണ്ടായിരുന്നു എന്ന് പോൾസൺ പറഞ്ഞു. അത് കേട്ടതും ഉടനെ സുസ്മിത പറഞ്ഞു, അതൊക്കെ ആ വഴിക്ക് പോകും. പോലീസുകാരുടേതായ നീതിയും ന്യായങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അവർക്ക് ചെയ്യുന്നതിനും ചില പരിമിതികളും ഉണ്ടല്ലോ.
എന്നാൽ പോൾസനെ ഞാനിപ്പോ വിളിച്ചത് മറ്റൊരു കാര്യത്തിനാണ് എന്ന് പറഞ്ഞു. എന്താ മേഡം, പറഞ്ഞോളൂ. 6 വർഷങ്ങൾക്ക് ശേഷം ഫുൾ ഫിറ്റ് ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. എന്താ മേഡം, മേഡം പറഞ്ഞോ എന്ന് പറഞ്ഞപ്പോ പോൾസന് എന്താണ് പറയേണ്ടതായി എന്ന് സുസ്മിത ആലോചിച്ചു. ആദ്യം ആ ശാലിനിയെ തന്നെ അങ്ങ് തട്ടിക്കളയാൻ പറഞ്ഞാലോ, അല്ലെങ്കിൽ വേണ്ട, ജില്ലാ കളക്ടറോട് തൽക്കാലം ഏറ്റുമുട്ടുന്നതിനേക്കാളും ഭേദം മറ്റൊരു രീതിയാണ് നല്ലത്. ഉടനെ സുസ്മിത പറഞ്ഞു, പോൾസനോട് ഞാനിപ്പോ വിളിച്ചത് പോൾസന് ഉപകാരപ്പെട്ട ഒരു കാര്യം പറയാന്. പോൾസന് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു കാര്യം. പോൾസന് ശ്യാമയെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ശ്യാമയെ കുറിച്ച് ഓർത്തതും പോൾസൺ പെട്ടെന്ന് ആലോചിച്ചു. ശ്യാമ, അപ്പോഴേക്കും ശ്യാമയ്ക്ക് മയക്കുമരുന്ന് കൊടുത്തിടും. മയക്കുമരുന്ന് കഴിച്ച് ശ്യാമ അന്ന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, അവസാനം ശാലിനി പോൾസന്റെ താവളത്തിൽ വന്നെത്തിയതും, പിന്നീട് രാജീവ് സാറിനെ പോൾസൺ കയ്യേറ്റം ചെയ്തും, അതിനുശേഷം വിഷ്ണു പോൾസനോട് ഏറ്റുമുട്ടാൻ വന്ന് വിഷ്ണു പോൾസന്റെ കൈയും കാലും കെട്ടി സഹദേവന്റെ ആ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നതും, സഹദേവൻ പോൾസനെ രക്ഷപ്പെടുത്തി വിടാൻ ഒരുങ്ങിയ സമയത്ത് അവിടെ എത്തിയ രഞ്ജിനി മേഡം പോൾസനെ കൃത്യമായി തന്നെ ജയിലിലേക്ക് പറഞ്ഞയച്ചതും, പോൾസന്റെ പേര് കേസെടുത്ത് സഹദേവനെ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്തതും ഒക്കെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പോൾസൺ ഓർമ്മിച്ചു. അതങ്ങനെ മറക്കാൻ കഴിയുമോ മേഡം? 6 വർഷം എനിക്ക് വാങ്ങിച്ചു തന്ന അവളെ ഞാൻ അങ്ങനെ വെറുതെ വിടുവോ എന്ന് ചോദിച്ചതും സുസ്മിത പറഞ്ഞു, എന്നാലേ വെറും തട്ടുകടക്കാരിയായ, വെറും ഹോട്ടലുകാരിയായ ശാരദാമ്മയുടെ മകൾ ശ്യാമയ്ക്ക് 6 വർഷം നിനക്ക് തടവ് ശിക്ഷയ്ക്ക് വിധിക്കാൻ കഴിഞ്ഞെങ്കിൽ സത്യഭാമയുടെ മരുമകൾ ശ്യാമയ്ക്ക് അത് നിനക്ക് 60 വർഷമാക്കി കൂട്ടിത്തരാൻ കഴിയും എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ പോൾസൺ ചോദിച്ചു, സത്യഭാമയുടെ മകളോ? അവൾ ആരുടെ ആയാലും ശരി, അവളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞതും സുസ്മിത പറഞ്ഞു, എന്നാലേ പോൾസന് പക വീട്ടാൻ പറ്റിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ. അതിനൊരു ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞതും, മേഡം പറഞ്ഞോളൂ, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞതും സുസ്മിത പോൾസന് ചില നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നു. എല്ലാം കേട്ടതിന് ശേഷം പോൾസൺ ചോദിച്ചു, ഈ മേഡം ഇത് വെറും ചീള് കേസല്ലേ എന്ന് ചോദിച്ചതും സുസ്മിത പറഞ്ഞു, അതെ, അന്ന് ശാരദാമ്മയുടെ മകളാണ് ശ്യാമ എന്ന പരിഗണനയിൽ അത് വെറും ചീള് കേസായിട്ട് കരുതിയതാണ് പോൾസന് 6 വർഷം ജയിലിൽ ഹോമിക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞതും പോൾസൺ പറഞ്ഞു, ശരി മേഡം, ഇക്കാര്യം എന്താ വേണ്ടതെന്ന് എനിക്കറിയാം, മേഡം ഫോൺ വെച്ചു, ഞാൻ വേണ്ടതുപോലെ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞ് പോൾസണും കൂട്ടാളിയും കൂടി അതിനെക്കുറിച്ച് ആലോചിച്ചു. അപ്പോഴേക്കും സുസ്മിത മനസ്സിൽ ചിന്തിച്ചു, ശാരദാമ്മേ, എന്റെ അമ്മ എനിക്ക് കിട്ടിയ ശിക്ഷയോർത്ത് എന്നെ കുറിച്ച് ഓർത്ത് വേദനിച്ചത് എത്രത്തോളമാണെന്ന് ശാരദാമ്മയും മനസ്സിലാക്കണം. സ്വന്തം മകൾക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് നിങ്ങളത് തിരിച്ചറിയുക എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് സുസ്മിത അങ്ങനെ നിൽക്കുമ്പോൾ ഹോട്ടലിൽ ജോലിക്ക് പോയതിനു ശേഷം മടങ്ങിയെത്തിയ രോഹിത്തിനെ കണ്ട് സഹോദരൻ ചോദിച്ചു, എന്റെ മോനെ, ഇത്രയും ഒരു പ്രധാനപ്പെട്ട ദിവസം, അതും മോളെ സ്കൂളിലാക്കുന്ന ദിവസം, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നീ ഇതുപോലെ പോയത് ശരിയായില്ല. എന്തായാലും മോളെ ആദ്യമായിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോയി വിടുന്ന ദിവസമല്ലേ, അപ്പോ കുഞ്ഞിന്റെ അച്ഛൻ കൂടെ ഉണ്ടാകേണ്ടത് അത്യാവശ്യമല്ലേടാ. നീ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ മാറി നിന്നാലോ എന്ന് ചോദിച്ചതും ഉടനെ ആ ചോദ്യം കേട്ട് രോഹിത് പറഞ്ഞു, അത് പിന്നെ അച്ഛ വേറൊന്നുമല്ല, അത് നമ്മുടെ ഹോട്ടലിന്റെ കാര്യത്തിലെ കോർപ്പറേഷനിൽ വരെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു, അത് ഞാൻ തന്നെ നേരിട്ട് ചെല്ലുകയും വേണം, അതുകൊണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ രാഘവൻ നായർക്കും രോഹിത്തിനുമുള്ള ചായയുമായി പൊന്നി എത്തി. രാഘവൻ നായർക്ക് ചായ നീട്ടിയതും വേണ്ടെന്ന് പൊന്നിയോട് രാഘവൻ നായർ കാണിക്കുന്നു. ഈ സമയത്ത് രോഹിത് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ രോഹിത് പറഞ്ഞു, അച്ഛാ, ഇന്നത്തെ കുട്ടികള് പണ്ടത്തെ പോലെയല്ല ചാ, അവര് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികളെ വെച്ച് താരതമ്യം ചെയ്യാറാണ് പതിവ്. അവർക്ക് അതുണ്ട് ഇതുണ്ട്, അച്ഛനെന്താ അത് വാങ്ങിച്ചു തരാഞ്ഞത്, ഇത് വാങ്ങിച്ചു തരാഞ്ഞത് എന്നെല്ലാം ചോദിച്ച് നമ്മളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ അവരാവശ്യപ്പെടുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ നമ്മുടെ കയ്യിൽ അതിന് പണം വേണം വെച്ചാ. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കഷ്ടപ്പെട്ടല്ലേ കഴിയുകയുള്ളൂ. അപ്പോ ഇത്തരം നിമിഷങ്ങൾ നമുക്ക് നഷ്ടമായേക്കില്ലേ എന്ന് പറയുമ്പോൾ രാഘവനാർ പറഞ്ഞു, എടമോനെ, നമ്മൾ കുട്ടികൾക്കൊപ്പം ചെലവഴിക്കാൻ കുറച്ച് സമയം കണ്ടെത്താമെന്ന് കരുതുമ്പോ ഇപ്പോ നമ്മൾ ഈ തള്ളിക്കളയുന്ന, തിരക്ക് പിടിച്ച് കളയുന്ന സമയങ്ങൾ പിന്നീട് അവരുടെ അരികിൽ സമയം ചെലവഴിക്കാൻ നമ്മൾ ചെല്ലുമ്പോ അവർക്കും തിരക്കായി പോവും. അതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് രാഘവൻ രോഹിത്തിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടേക്ക് സത്യഭാമയും ശ്യാമയും വിഷ്ണുവും കൂടി വന്നെത്തി. അവര് അകത്തേക്ക് കയറി വരുമ്പോ ഉടനെ സത്യാമ്മയെ കണ്ടതും രോഹിത് ചോദിച്ചു, സത്യാമ്മയെ, അവളെ സ്കൂളിൽ കൊണ്ടുപോയാക്കിയോ? അവള് ഹാപ്പി ആണല്ലോ അല്ലെ എന്ന് ചോദിച്ചതും ആ അതെ എന്ന് സത്യാമ്മ മറുപടി നൽകി. അവൾ വളരെ സന്തോഷത്തിലാണ്. പിന്നെ ഒരാൾ ഇവിടെ ഇല്ലെങ്കിൽ പകരം മറ്റൊരാൾ ഉണ്ടല്ലോ എന്ന് രോഹിത്തിനോട് സത്യാമ്മ പറഞ്ഞു. രോഹിത്തിന്റെ അഭാവത്തിൽ ആ ഒരു തീർക്കാൻ
വേറെ ആള് കൂടുതൽ കൂടെ ഉണ്ടായിരുന്നല്ലോ എന്നുള്ള രീതിയിൽ. നീ ഇല്ലായിരുന്നെങ്കിൽ എന്താ മോനെ, ഒപ്പം വിഷ്ണു ഉണ്ടായിരുന്നല്ലോ, ഒരാളില്ലെങ്കിൽ അതിന്റെ പോരായ്മ തീർക്കാൻ മറ്റൊരാളിവിടെ ഉണ്ടല്ലോ എന്നിങ്ങനെ രോഹിത്തിനോട് വിഷ്ണുവിനെ കുറിച്ച് പറഞ്ഞു. അതെല്ലാം കേട്ട് അങ്ങനെ ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് സത്യഭാമ പറഞ്ഞത്, ഒരു കുറവ് മാത്രം ഉണ്ട് ഇവിടെ എന്ന്. അങ്ങനെ സമ്പൂർണ്ണ കുടുംബമാണെങ്കിലും അതിൽ ഒരു കുറവുണ്ട് എന്ന് സത്യാമ്മ പറയുമ്പോൾ പെട്ടെന്ന് രാഘവൻ നായർ വിഷ്ണുവിനോടൊപ്പം നിൽക്കുന്ന ശാലിനിയുടെ ആ ഫോട്ടോയിലേക്ക് നോക്കി. ഉടനെ സത്യഭാമ പറഞ്ഞു, ഇന്ന് സ്കൂളിലേക്ക് പോകാൻ നേരം സത്യം നമ്മളോട് പപ്പിമോള് ചോദിച്ച ചോദ്യം ആ ഫോട്ടോയിൽ നോക്കി പലപ്പോഴായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ആ ചോദ്യം ഇനി ഇവിടെ ആവർത്തിക്കാൻ പാടില്ല. അതിന് ഒരു പരിഹാരം ഉടനെ ഉണ്ടാകണം. പപ്പിമോള് പ്രായമായി വരികയാണ്. അവള് മുന്നോട്ട് വരുംതോറും അവൾക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അത്തരം ചോദ്യങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞതും പെട്ടെന്ന് പൊന്നിയും ശ്യാമയും ഒക്കെ മറ്റെന്തോ ചിന്തിച്ചാണ് സത്യാമ്മ പറയുന്നതിനുള്ള സന്തോഷത്തിൽ ആശ്വാസത്തോടെ നിൽക്കുമ്പോൾ പിള്ളച്ചൻ വാതിക്കലെത്തിയിട്ട് പറഞ്ഞു, സത്യാമ്മ ചോദിച്ച ആള് വന്നു. വരണം വരണം ശിവദാസ എന്ന് പറഞ്ഞ് ഉടനെ അകത്തേക്ക് അയാളെ വിളിച്ചു. അയാൾ വേഗം അവിടേക്ക് വന്ന് നമസ്കാരം സർ എന്ന് പറഞ്ഞ് രാഘവൻ നായരെയും സംസാരിച്ചു, നമസ്കാരം പറഞ്ഞു. ഉടനെ സിറ്റിയിലേക്ക് വന്നിരുന്നതും പെട്ടെന്ന് വിഷ്ണുവിനെ നോക്കിയിട്ട് അയാൾ ചോദിച്ചു, ആഹാ, ഇതാണോ സത്യാമ്മയുടെ മകൻ എന്ന് ചോദിച്ചതും അതെ എന്ന് സത്യാമ്മ മറുപടി പറഞ്ഞു. ആഹാ, അത് ബോളിവുഡ് ഹീറോയെ പോലെ ഉണ്ടല്ലോ എന്ന് വിഷ്ണുവിനെ നോക്കി പറഞ്ഞത് പെട്ടെന്ന് സത്യാമ്മ പറഞ്ഞു, പൊന്നി ഒരു ഗ്ലാസ് ചായ എടുക്ക്. അത് കേട്ട ഉടനെ, അയ്യോ ചായ ഒന്നും വേണ്ട കേട്ടോ, ഇതിനു മുമ്പ് 3-4 ക്ലയൻസിനെ കണ്ടിട്ടാ വരുന്നത്, അവിടുന്ന് എല്ലാം ചായ കുടിച്ച് വയറ് വീർത്തിരിക്കുക, അതുകൊണ്ടാ പറഞ്ഞത് എന്ന് പറഞ്ഞു. സത്യാമ്മ പറഞ്ഞു, സത്യത്തിൽ ശിവദാസിനെ പോലെ ഒരാളെ ഇതിനൊരു ഇടനില നിർത്തേണ്ട കാര്യമില്ല. എനിക്ക് ഷൺമുഖദാസിനോട് നേരിട്ട് പറയാവുന്ന കാര്യമുള്ളൂ. ഇനി അത് മാത്രമല്ല, ഇനി ഷൺമുഖദാസിനോട് നേരിട്ടൊരു കാര്യം പറയുമ്പോൾ അയാൾ അതിനെ തള്ളിക്കളഞ്ഞാലോ അല്ലെങ്കിൽ അയാൾക്കൊരു എതിർപ്പുണ്ടായാലോ എന്ന് ഓർത്തിട്ടാണ് ഇതിനൊക്കെ ഒരു ഇടനിലക്കാരുണ്ടാവുന്നത് നല്ലതല്ലേ. അതുകൊണ്ടാണ്, വിഷ്ണുവിന് വേണ്ടിയാണ് എന്ന് സത്യാമ്മ പറയുമ്പോ എല്ലാവർക്കും ആകെ ഞെട്ടലായി. എന്താ സത്യാമ്മ പറഞ്ഞു വരുന്നതെന്ന് അറിയാതെ എല്ലാവരും ആശ്ചര്യത്തോടെ നിൽക്കുമ്പോ ഉടനെ ഷൺമുഖദാസിന് മറ്റൊരു എതിർപ്പും കാണില്ലെന്നറിയാം. എന്തായാലും തറവാടിത്തം കൊണ്ടും സാമ്പത്തികവുമായിട്ടും ഒക്കെ ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളാണല്ലോ എന്ന് പറഞ്ഞതും ഉടനെ അയാൾ പറഞ്ഞു, അത് സത്യമ്മ പറഞ്ഞത് വളരെ ശരിയാണ്. ഉടനെ രാഘവൻ നായർ ചോദിച്ചു, എന്താ ഭാമേ എന്നുള്ള രീതി രാഘവൻ നായർ നോട്ടം കണ്ടതും ഉടനെ, രാഘവേട്ടൻ അറിയത്തില്ലേ, നമ്മുടെ ഷൺമുഖദാസിന്റെ കാര്യം പറഞ്ഞത്, അതിനിപ്പോ അയാൾക്ക് എന്താ കുഴപ്പം എന്ന് സത്യാമ്മയോട് രാഘവൻ നായർ ചോദിച്ചു. ഷൺമുഖദാസിന്റെ കുഴപ്പമില്ല, അയാളുടെ മകൾ ഒരാളുണ്ട്, മഞ്ജരിയുടെ കാര്യം പറയാനാണ് ഇയാൾ വന്നിരിക്കുന്നത്, നമ്മുടെ വിഷ്ണുവിന് വേണ്ടി. എന്തായാലും ആര് കണ്ടാലും അവളെ ഇഷ്ടപ്പെടും. ഞാനൊരു ഫംഗ്ഷൻ വെച്ചാ കണ്ടത്, ഒറ്റ നോട്ടത്തിൽ എനിക്ക് ആളെ ഇഷ്ടമായി. നല്ല ഐശ്വര്യമുള്ള മുഖം, നല്ല തറവാടിത്തവും ആട്ടിത്തവും എല്ലാം ഉണ്ടല്ലോ. എന്തായാലും നല്ലൊരു സ്വഭാവമുള്ള പെൺകൊച്ചും. അതുകൊണ്ട് ആ പെൺകുട്ടിയെ വിഷ്ണുവിന് വേണ്ടി ആലോചിക്കാന്ന് കരുതി. ഇത് കണ്ടോ, നല്ല അടക്കവും ഒതുക്കവുമുള്ള ഒരു പെൺകുട്ടി. ഇതുപോലൊരു പെൺകുട്ടിയാണ് നമുക്ക് വേണ്ടതും. അതുകൊണ്ട് ഈ പെൺകുട്ടിയുടെ കാര്യം സംസാരിക്കാനാണ് ഞാനിപ്പോ ഇയാളെ ഇവിടേക്ക് വിളിപ്പിച്ചത് എന്ന് സത്യാമ്മ അറിയിച്ചു. ഇത് കേട്ടു തുടങ്ങിയതും വിഷ്ണുവിന്റെ മുഖഭാഗ കറുത്തു തുടങ്ങി. രാഘവൻ നായരും ഒട്ടും ഇഷ്ടപ്പെടാതെ നോക്കി. ഉടനെ സത്യാമ്മ പറഞ്ഞു, എല്ലാം കൊണ്ടും വിഷ്ണുവിനെ ചേരും. നോക്കിക്കേ, നല്ല അപ്സരസിനെ പോലെ ഒരു പെൺകുട്ടി, നോക്കിക്കേടാ, ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇഷ്ടാവും എന്ന് പറഞ്ഞ് സത്യാമ്മ ആ ഫോട്ടോ വിഷ്ണുവിന് നേരെ നീട്ടുന്നു. വിഷ്ണു തന്റെ നേരെ സത്യാമ്മ അത് നീട്ടിയതും കൈകൊണ്ട് ഒറ്റ തട്ട് തട്ടി വിഷ്ണു കലിയോടെ ചാടി എഴുന്നേറ്റു. സത്യാമ്മയും കലിയോടെ എഴുന്നേൽക്കുമ്പോൾ വിഷ്ണുവും ദേഷ്യത്തോടെ സത്യാമ്മയെ നോക്കി. അങ്ങനെ സത്യഭാമയുടെ ആ ഒരു പ്രവൃത്തിയിൽ കലിതുള്ളിയ വിഷ്ണു സത്യാമ്മയ്ക്ക് നേരെ ചാടുമ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരും ആശങ്കയോടെ നോക്കുന്നു.